ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത് സിനിമയുടെ ഫസ്റ്റ് ഫ്രെയിം തൊട്ട് ലാസ്റ്റ് ഫ്രെയിം വരെ മനസ്സിൽ കാണാത്ത ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് ജോലി ചെയ്യേണ്ടി വരുമ്പോഴാണ് കോൺഫ്ലിക്റ്റുകൾ വരുന്നത്. കാരണം അതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. ആദ്യത്തെ ആ വിഷ്വൽ ക്ലാരിറ്റി ഇപ്പോൾ റോഷൻ ആൻഡ്രൂസ് എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കറിലൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ അടുത്ത് ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ശ്രീധർ പ്രസാദ് സാർ എന്നോട് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. പടം ഇത്രയും വാസ്റ്റാണ്, പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് ലെങ്ത് ആണല്ലോ, പുള്ളിക്ക് ഒരു വേസ്റ്റേജും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് എനിക്ക് തോന്നിയ, അതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി. പുള്ളി ചിന്തിക്കുന്ന ആ ക്ലാസിക്കൽ ഫോമിൽ പുള്ളിക്ക് ഒരു മാറ്റവും ഇല്ല. പുള്ളി എന്താണ് ആവശ്യം, ഇതാണ് സാധനം, ഇന്നതാണ് വിഷ്വൽ, ആ ഫ്രെയിം തൊട്ട് ലാസ്റ്റ് ഫ്രെയിം വരെ പുള്ളിയുടെ മനസ്സിലൂടെ ആ സിനിമ പോകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. Late night one day I get a call from Roshan saying, "Bro, you remember once you told me that for the merit of the film you'll do anything." I said, "Yeah, do you still hold true to your word?" I said, "Of course." I said, "Then can I come and meet you?" So Sanjay and Roshan, they came and met me, and they're like delicately breaking the last reel to me. They're like, "So, this happens," and I clapped. And I said, "This is fantastic." Because it was not about a star playing that, nothing. That possibly couldn't be a more unpredictable twist to the film. Right. Having said that, I remember the first day the film released, I was in Doha with my mom, and the calls and the messages I'm getting are all, "Why did you do this? You shouldn't have done this. What is this?" But then organically in 2 to 3 days time, the whole conversation started shifting towards hats off, wow, you had the courage and all that. So I still think it is one of the finest films made in our industry, and it is definitely one of my best films. அப்புறம் இந்த படத்தோட டைரக்டர் ரோஷன் சார், அவங்களுக்கு எவ்வளோ வாட்டி தேங்க்ஸ் சொன்னாலும் அது பத்தாது. ரோஷன் சார் என் கரியரோட பெஸ்ட் ஃபிலிம் எனக்கு கொடுத்துருக்காங்க. ரொம்ப கான்ஃபிடென்ட்டாக சொல்கிறேன். ஹீஸ் கிவன் மீ அ வெரி குட் ரோல். ചേച്ചീനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു തന്നത് സാറാണ്. സാറിൻ്റെ ഹൗ ഓൾഡ് ആർ യു കൂടെയാണ് ചേച്ചി തിരിച്ചു വന്നത്. ഇപ്പം അതിനുശേഷം അതിലെ നിരുപമ രാജീവിന്ന് പ്രതി പൂവൻകോഴിയിലെ മാധുരിയിൽ എത്തി നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കുറേ കൂടെ ഒക്കെ സ്ട്രോങ് ആയി കാണുമല്ലോ. എന്തോരം സ്ട്രോങ് ആയി? അങ്ങനെ ഒരു അങ്ങനെയൊന്നും അളക്കാനൊന്നും പറ്റില്ലല്ലോ. ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്ട്രെങ്ത് എന്നൊക്കെ പറയാൻ അളക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല. പക്ഷേ ശരിയാണ്, ഞാൻ ഹൗ ഓൾഡ് ആർ യുവിൽ അഭിനയിക്കുമ്പോൾ റോഷൻ ആൻഡ്രൂസ് എന്ന സംവിധായകൻ്റെ ഒരു സിനിമയിലാണ് അഭിനയിച്ചത്. എനിക്കിഷ്ടമുള്ള സംവിധായകനായിരുന്നു. ഞാൻ സിനിമകളൊക്കെ റോഷൻ ചെയ്ത സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിനുശേഷം പ്രതി പൂവൻകോഴി ചെയ്യുമ്പോൾ 2 സുഹൃത്തുക്കൾ ഒന്നിച്ച് ചെയ്യുന്നൊരു സിനിമയായി. റെസ്പെക്റ്റോടുകൂടി കണ്ടിരുന്ന ഒരു സംവിധായകനാണ് റോഷനേട്ടൻ. പിന്നെ അത് നമ്മൾ ഇങ്ങനെ സൗഹൃദമായി മാറി. ഇപ്പോൾ ഭയങ്കര കൂട്ടായി. റോഷൻ ചേട്ടൻ ഐ തിങ്ക് വളരെ ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടറാണ്. ഐ തിങ്ക് ഇത്രയും എക്സ്പീരിയൻസും, ബട്ട് ഓൾസോ ഐ തിങ്ക് ഈസ് എപ്പോഴും ട്രൈങ് ടു ഇവോൾവ് ആൻഡ് സ്റ്റേ യങ്, ഈഗർനെസ് ആൻഡ് എപ്പോഴും ഒരു എന്തൂസിയാസം ഉണ്ട്. വെരി ലൈക്ക് ചൈൽഡ് ലൈക്ക് ദറ്റ് ഹീ സ്റ്റിൽ ഹംഗ്രി. എപ്പോഴും ഒരു ഓൾമോസ്റ്റ് ഫസ്റ്റ് പടം ചെയ്യേണ്ട അത്രയും തന്നെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ ഒരു കെമിസ്ട്രി ഞങ്ങൾക്ക് രണ്ടുപേർക്കും റോഷനുമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇത്രയും പടങ്ങളും ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ വ്യക്തിപരമായ ഒരു അടുപ്പം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പം ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു പരിചയം സ്ഥാപിച്ച് അതിനുശേഷം ഒരു ടച്ചില്ലാതെ പോവുക, അങ്ങനെ ഒരു ആ ബന്ധമല്ല റോഷനുമായിട്ടുള്ളത്. അതേ ഒരു ഫ്രണ്ട് കൂടിയാണ്. അങ്ങനത്തെ ഒരാളോട് നമുക്ക് എന്തും തുറന്ന് പറയാം, എന്തും ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനും, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കും മനസ്സിലാവുമെന്നുള്ള ഉറപ്പുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം നിലനിൽക്കുന്നോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാന മികവിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനെ പറ്റി അങ്ങനെ ഒരാളുമായിട്ട് നമുക്ക് വീണ്ടും സിനിമകൾ ചെയ്യാൻ തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. കുതിര വന്ന് ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ ഇറങ്ങണം, കാണിക്കരുത്, ആൾക്കാർ ഓടണം, ഇതിലിങ്ങനെ മാറ്റുമ്പോൾ കൈയ്യടി കിട്ടണം. ഇനി ചാടി ഇറങ്ങി നടന്ന് വന്ന് എനിക്ക് ഞാൻ വിസിലുണ്ടായിരുന്നു. അയാൾ ഇത് വെച്ചിട്ട് ഈ വിസിലടിച്ചിട്ട് സാധനമുണ്ട്. ആ വിസിലിന് കാലിൽ തുടങ്ങി ആ ഷോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കൈയടിക്കണം. കേൾക്കാൻ പറ്റില്ല, അത്ര കൈയടിക്കുന്ന ആൾക്കാർ. പിന്നെ അവിടെ നിന്ന് ആ ഒരാൾ തുറപ്പിച്ച് നോക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്ന് തോക്കൊണ്ട് അവൻ അടിച്ചിടണം. റോഷൻ വളരെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഡയറക്ടർ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. കാര്യം പുള്ളിയൊക്കെ ഒരു കാര്യം വേണമെങ്കിൽ അത് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കും. ഇറ്റ്സ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ മൂവി. നല്ല കാര്യമാണ്. സിനിമയെക്കുറിച്ച് വളരെയധികം നല്ല ചിന്തകളുള്ള ഒരു ഡയറക്ടറാണ്. നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു സിനിമ എങ്ങനെ എടുക്കണമെന്ന് അറിയാവുന്ന ആളാണ്. സിനിമയെക്കുറിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കായംകുളം കൊച്ചുണ്ണി ഇത്രയും വലിയൊരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. നിങ്ങൾ ആസ് എ റൈറ്റർ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ആസ് എ ഡയറക്ടർ
നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുന്നത്, ആ ഒരു ചിന്തയുള്ള ആൾക്കും സിനിമ ചെയ്യാം. അപ്പോൾ എല്ലാവരും വരട്ടെ. എല്ലാവരും വരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. സിനിമ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും വന്ന് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു സാധനം. പഠിക്കുക എന്നുള്ള സാധനമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പഠിക്കുക. സിനിമ കണ്ട് പഠിക്കുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സിനിമ കണ്ട് പഠിക്കുക. ആദ്യം ശ്രീനിയേട്ടനിലേക്ക് എത്തുന്നതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ അതിലേക്ക് എത്തിയതോടുകൂടി ഞാൻ പറയാം, എപ്പോഴും ഒരു ബൾബ് കത്തും, അല്ലെങ്കിൽ എവിടെയോ യൂണിവേഴ്സിൽ ഒരു സാധനം ഉള്ളതുപോലെ.